സർ, ഇന്ത്യയിലേക്ക് പുടിൻ വന്നപ്പോൾ റെലോസ് കരാർ ഉൾപ്പെടെയുള്ളതൊക്കെ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മുഴുവൻ ഇന്ത്യക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്കും അതിന്റെ ഗുണങ്ങൾ കാണണമല്ലോ. ആ റഷ്യക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നത്? ഒന്നാമത് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുടിന്റെ വരവും ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് അറിയണം എന്താണ് റഷ്യക്ക് ഇതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നത്. റഷ്യയുടെ ചരിത്രത്തിലെ അഥവാ റഷ്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ് ഇത്തവണത്തെ 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി അഥവാ 23rd ആനുവൽ സമ്മിറ്റ് ഡൽഹി നടന്നത്. മോഡിയും പുടിനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെ റഷ്യ ഒരു പാശ്ചാത്യ രീതിക്കുള്ളൊരു വികസിത രാഷ്ട്രമാവാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ആദ്യ പടിയിലേക്ക് റഷ്യ കാലെടുത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഉച്ചകോടിയുടെ സുപ്രധാനമായ ഒരു നേട്ടം. നമുക്കല്ല, റഷ്യയ്ക്ക് നമുക്കത് നേട്ടമാണ്. നേരിട്ട് റഷ്യയ്ക്കാണെങ്കിൽ നേരിട്ടും പരോക്ഷമായിട്ടും നമുക്കത് നേട്ടമാണ്. അങ്ങനെയാണ്. അപ്പം റഷ്യയ്ക്ക് എന്താണ് ആവേണ്ടത്, റഷ്യയുടെ ഭാവി ഭാഗധേയത്വം എന്താണ്? ഇതൊരു ചോദ്യമുണ്ട്. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന പേരിൽ ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയായിട്ടിരുന്ന റഷ്യയ്ക്ക് അതിന് വേണ്ടുന്ന വിഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും സ്വയം വിനിയോഗിച്ച് ഇന്ന് നമ്മൾ കാണുന്ന പല പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഒപ്പത്തായി പറ്റിയിട്ടില്ല. ഇതിൽ ചില കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ ചിലത് രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളാണ്. സാമ്പത്തികമായിട്ട് റഷ്യ കുറേ കൂടെ ഉയരേണ്ടിയിരുന്നു. അതിനുള്ള വിഭവങ്ങൾ റഷ്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം, പെട്രോളിയം ശേഖരമുണ്ട് റഷ്യയ്ക്ക്. ഇതൊക്കെയുള്ള സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ വികസിച്ച് കയറുന്നതും റഷ്യ വികസിക്കാതിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. റഷ്യയെക്കാളും ജനസംഖ്യ കുറവുള്ള രാഷ്ട്രങ്ങളാണ് സൗദിയും UAE ഒക്കെ. പക്ഷേ അവിടെ അവർ അമേരിക്കയോടൊപ്പം നിന്ന് ഒരു ക്യാപിറ്റലിസ്റ്റിക് സമ്പദ് വ്യവസ്ഥയിൽ ഒരു രാജഭരണത്തിൻ്റെ കീഴിൽ അവർ വികസനത്തിലേക്ക് പോകുന്നുണ്ട്. ഇന്നലകളിൽ ഇല്ലാണ്ടിരുന്ന പുതിയ വികസനം നാളെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക വികസനത്തിലാണ് മുന്നോട്ട് വരുന്നത്. അവർക്ക് വേണ്ടുന്നതെല്ലാം അവരൊന്ന് ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ സുഹൃത രാഷ്ട്രങ്ങളിൽ നിന്ന് അവർ വരുത്തുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ റഷ്യ ഉന്നതമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണവോർജ്ജം, ബഹിരാകാശം, അതുപോലെ വിമാനങ്ങളുടെ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള പലതിലും വളരെ വളരെ ഉയരത്തിൽ പോയിട്ടുണ്ട്. അവരുണ്ടാക്കിയിടത്തോളം മികച്ച യുദ്ധവിമാനങ്ങൾ ലോകത്താരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് MiG-25 എന്ന് പറയുന്നത്. ഇന്ത്യക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം, യുദ്ധ രംഗത്ത് ഒരു നേട്ടം MiG-25 ആയിരുന്നു. അത് ഇന്നും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ പലർക്കും നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒന്നാണ് ഇത്തരം ടെക്നോളജി. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് ഒരാളെ എത്തിച്ചു. ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും ഉണ്ടാക്കിയ ഒരു രാഷ്ട്രം. അവർ ക്യാപിറ്റലിസ്റ്റിക് സമ്പദ് വ്യവസ്ഥയിൽ മുന്നേറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു കാലത്ത് അവർക്ക് മുന്നേറേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമൊന്നും അല്ല ഇന്ന് റഷ്യ. ചൈന ഒട്ടുമേ അല്ല. ചൈന കമ്മ്യൂണിസത്തിൻ്റെ ലേബലിൽ പോകുന്ന ഒരു ക്യാപിറ്റലിസ്റ്റിക് നേഷനായിട്ട് മാറിയിട്ടുണ്ട്. നിരവധി സ്വകാര്യ സംരംഭകർ ഉയർന്നു വന്നിരിക്കുന്നു. റഷ്യയിലുണ്ട് പല കോടീശ്വരന്മാരും ഇപ്പോൾ ഉണ്ട്. പക്ഷേ അവിടുന്ന് അവർക്ക് ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങളിലേക്കുള്ള ചവിട്ടുപടിയിലാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് റഷ്യ. അതിന് റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ പല പല പ്രൊജക്റ്റുകൾ ഇന്ത്യക്ക് റഷ്യയ്ക്ക് ഇടയിൽ ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4 പ്രധാന പ്രൊജക്റ്റ് മുന്നിലുണ്ട്. ഒന്ന്, സൈബീരിയൻ മേഖലയിലെ പ്രകൃതിവാതകം, അതുപോലെ പെട്രോളിയം, ഇതൊക്കെ ഖനനം ചെയ്യുന്ന സഖാലിൻ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ്, അത് വ്ളാഡിവോസ്റ്റോക്ക് പ്രൊജക്റ്റാണ്. നമ്മുടെ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കടൽപ്പാതയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. മൂന്നാമത്തത്, ആണവോർജ്ജ സഹകരണത്തിൽ ഇന്ത്യക്ക് അവർ നൽകുന്ന ആണവ പ്ലാന്റുകൾ ആണ്. നമ്മുടെ ഒരു ഉദാഹരണമാണ് കൂടംകുളത്തെ റിയാക്ടർ എന്ന് പറയുന്നത് റഷ്യൻ റിയാക്ടറാണ്. രണ്ടാമത്തെ പ്ലാന്റും ചെയ്യുന്നു എന്നുള്ളതാണ് അത്. അപ്പോൾ കൂടുതൽ വികസനം വരുന്നു. നമ്മൾ അമേരിക്കയായിട്ട് അവിടുന്ന് പ്ലാന്റ് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് കരാർ ഒപ്പിട്ടെങ്കിലും നമ്മൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. നാലാമത്തത്, പുതിയ ഇനം വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മളിപ്പം യാത്രാവിമാനങ്ങൾ, ഇന്ത്യ ആദ്യമായിട്ട് യാത്രാവിമാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്.
അത് റഷ്യൻ സഹായത്തോട് കൂടിയിട്ടാണ്. റഷ്യയുടെ പുതിയ തലമുറ യുദ്ധവിമാനം ഫുൾ ടെക്നോളജിയോട് കൂടിയിട്ട് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ ജോയിൻ്റായിട്ട് ഇത്തരം പലതും പുതിയ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രഹ്മോസ് ഒരു മാതൃകയാണ് ഇക്കാര്യത്തിൽ. നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാവുന്ന ഏറ്റവും മികച്ച മാതൃകയാണ്. രണ്ട് രാജ്യങ്ങളുടെയും വിഭവശേഷിയും ബുദ്ധി ഒരുമിച്ച് ചേർന്നപ്പം ലോകത്തെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈൽ ഉണ്ടായി എങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച പല ടെക്നോളജികളും ഇനിയും ഉണ്ടാവും. ലോകത്തെ ഏറ്റവും മികച്ച ഒരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനും രണ്ടു കൂട്ടരും കൂടി പറ്റും. അതിലേക്കുള്ളൊരു ചവിട്ടുപടിയിലാണ് ഇന്ത്യ റഷ്യ സഹകരണം. പ്രത്യേകിച്ച് പുടിൻ്റെ ഇത്തവണത്തെ വരവിന് അത്തരം ചില മാനങ്ങളുണ്ട്. ഇതാണ് ഞാൻ ഇതിനകത്ത് റെലോസിനപ്പുറം, യുദ്ധവിമാനങ്ങൾക്കപ്പുറം ആണവ സഹകരണം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാണുന്നത്, അതായത് റഷ്യയ്ക്ക് വിഭവശേഷിയുണ്ട്, അനേകം വിഭവങ്ങളുണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട്, പ്രഷ്യസ് മെറ്റൽസ് ഉണ്ട്, അവിടെ പ്ലാറ്റിനം പോലുള്ള പ്രകൃതിവാതകമുണ്ട്, പെട്രോളിയം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാമുള്ള വേറെ കുറേ രാജ്യങ്ങൾ നോക്കും. അമേരിക്കയ്ക്ക് ഇതിൽ പലതുമുണ്ട്. അവർ ക്യാപിറ്റലിസ്റ്റിക് സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം മുന്നേറി. അമേരിക്കയും റഷ്യയും നമ്മൾ കമ്പയർ ചെയ്താൽ റഷ്യയ്ക്ക് കുറച്ച് പോരായ്മകളുണ്ട്. ഒന്ന്, ഒരു സംശയം, അതായത് റഷ്യയും അമേരിക്കയും ചൈനയും, അതായത് ലോകത്തെ ആര് നിയന്ത്രിക്കണം എന്നുള്ള ഒരു തർക്കം ഈ രാജ്യങ്ങൾക്കിടയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറ് പറയുന്നു കുറച്ചുകൂടെ പോരായ്മകൾ ഉണ്ട് എന്ന് റഷ്യക്ക്. പോരായ്മകളുണ്ട്. അപ്പോൾ ഇവർ സത്യത്തിൽ ചൈനയെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പന്മാർ എന്ന് പറയുന്ന റഷ്യയും അമേരിക്കയുമാണല്ലോ. ഇപ്പൊ റഷ്യയും അമേരിക്കയും തമ്മിൽ പല തരത്തിലുള്ള ഡീലുകളും വരുന്ന ഒരു സാഹചര്യം കൂടിയില്ല ഇപ്പോൾ. ശരിക്ക് ഡീലിനപ്പുറം ഈ രണ്ട് വമ്പന്മാരാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആണവായുധങ്ങളുടെ എണ്ണം കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഇവർ വമ്പന്മാരാവുന്നത്. അമേരിക്ക ഇത് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും കൂടെയാണ്. റഷ്യ സൈനികമായിട്ട് 2ാം സ്ഥാനത്തല്ലേ 3ാം സ്ഥാനത്തുണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ഈ ചൈനയിലെ റഷ്യ. അണവായുധങ്ങളുടെ കാര്യത്തിൽ റഷ്യ നമ്പർ 1 ആണ് ലോകത്ത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ആയിട്ടുള്ളൊരു കൂട്ടായ്മ വന്നപ്പോൾ അതിൻ്റെ തലപ്പത്ത് USSR ആയിരുന്നു. അപ്പം ഒരിടത്ത് US ചേരിയും മറ്റിടത്ത് USSR ചേരിയും ഉള്ളപ്പം ഇതിനെ നയിച്ചിരുന്ന 2 പേരാണ് ഇവർ. USSR തകർന്നതിന് ശേഷം ആ പ്രാമാണ്യം റഷ്യക്കാണെങ്കിലും പഴയ വമ്പത്തരം കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ പല കാരണങ്ങളുണ്ടായി. സാമ്പത്തിക തകർച്ച ഒരു വിഷയമാണ്. അപ്പം അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് സ്റ്റൈലിൽ പോകുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റഷ്യ കുറേ തകർച്ച അഭിമുഖീകരിച്ചു. സാമ്പത്തിക തകർച്ച മാത്രമല്ല, പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന്, രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്ന് റഷ്യയെ രക്ഷിച്ചത് പുടിനാണ്. അതേ പുടിൻ സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്നും കൂടി റഷ്യയെ രക്ഷിക്കാൻ നോക്കുകയാണ്. അതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് റഷ്യയുടെ സ്വന്തം പ്രോബ്ലംസും മറ്റുള്ളവർ തലയ്ക്ക് ഇട്ട് കൊടുത്തേക്കുന്ന പ്രശ്നങ്ങൾ. ഉപരോധം എന്ന് പറയുന്നത് മറ്റുള്ളവരായിട്ട് സൃഷ്ടിച്ച് റഷ്യയുടെ തലയിൽ ഇട്ട് കൊടുത്തേക്കണമെങ്കിൽ റഷ്യയുടെ ജനസംഖ്യ കുറവാണെന്നുള്ളത് റഷ്യക്കൊരു പോരായികയാണ്. അതൊരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖല, അമേരിക്കയ്ക്കുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കിങ് മേഖല. ലോകത്തെ എല്ലാ ബാങ്കിങ് മേഖലയുടെയും സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയാണ്. അതാണ് അമേരിക്കയെ താങ്ങി നിർത്തുന്ന സാമ്പത്തിക നട്ടെല്ല്. അതിൻ്റെ ബലത്തിലാണ് അമേരിക്ക കളിക്കുന്നത്. ഡോളറിനെ അതിൻ്റെ മൂല്യം കൂട്ടി നിർത്തുന്നത് അതിൻ്റെ ബലത്തിലാണ്. അതുപോലെ തന്നെ ഡോളറിനെ ഒരു വിനിമയ കറൻസി ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ബാങ്കിങ്ങും ഡോളറും ഇതാണ് അമേരിക്കയെ യഥാർത്ഥ ശക്തിയാക്കുന്നത്. അത്തരമൊന്നും ഇപ്പുറത്തില്ല. ഇന്നും റഷ്യൻ റൂബിൾ ഒരു പ്രോപ്പർ വിനിമയ കറൻസി ആയിട്ടില്ല. ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ റഷ്യയായിട്ട് വ്യാപാരം നടത്തുമ്പോൾ റൂബിൾ ആൻഡ് ലോക്കൽ കറൻസി എന്നുള്ളതിൽ നടത്തുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇത് ഭാവിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ, ഇപ്പം നിലവിൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 20 രാജ്യങ്ങൾ, അടുത്ത ഉച്ചകോടി കഴിയുമ്പോൾ ഇതിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന 19 രാജ്യങ്ങൾ, എന്നുവെച്ചാൽ ടോട്ടൽ 39 രാജ്യങ്ങൾ. എങ്കിലും ഈ റൂബിളിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറച്ചൊക്കെ റൂബിൾ പതൊക്കെ മേപ്പോട്ട് കയറും. അറ്റ്ലീസ്റ്റ് ഈ മേഖലകളിലെങ്കിലും 40 50 രാജ്യങ്ങളെങ്കിലും റൂബിൾ നിലപാട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് യൂറോയും പൗണ്ടും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ കറൻസി ഉപയോഗിക്കാൻ, അറ്റ്ലീസ്റ്റ് റൂബിൾ ഉപയോഗിക്കാൻ ഉണ്ടാവും. എന്നാലും അത് പകുതി മാത്രമേ ആവുള്ളൂ. കാരണം ഒരു ഭാഗത്ത് റൂബിളും മറുവശത്ത് ലോക്കൽ കറൻസി എന്നുള്ളതായിരിക്കും അന്നേരം വരിക. അതെന്തൊക്കെയായാലും ശരി, അതിനൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാങ്കിങ് മേഖല അതിനനുസരിച്ച് ശക്തിപ്പെട്ടെന്ന് വരാം, പക്ഷേ ടൈം എടുക്കും. അപ്പോൾ പോരായികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ ഒന്ന് ജനസംഖ്യക്കുറവ്, 2 ബാങ്കിങ് മേഖലയിൽ റഷ്യയുടെ പിന്നോക്കാവസ്ഥ, 3 റൂബിൾ ഒരു വിനിമയ കറൻസി അല്ല എന്നുള്ളത്. ഈ 3 പോരായ്മകളിൽ ജനസംഖ്യ എന്നുള്ളത് ഒരു വേറൊരു പ്രശ്നം കൂടിയാണ്. കാരണം റഷ്യ വ്യാവസായികമായിട്ട് വരെ ആഗ്രഹിച്ച് വ്യവസായശാലകൾ കൊണ്ടുവന്നാലും അവിടെ ലേബറിന് ആളില്ല. ഇതിൻ്റെ കുഴപ്പമുണ്ട്. പല മേഖലകളിലും പ്രവർത്തിക്കാൻ ആളില്ല. അത് ഭാവിയിൽ കൊടുക്കേണ്ടി വരിക ഇന്ത്യയാണ്.
ലോകത്ത് ഏറ്റവും അധികം ലേബർ സപ്ലൈ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം സ്കിൽഡ് ലേബേഴ്സുള്ള, ലോകത്ത് ഏറ്റവും മികച്ച ഇതിനൊക്കെ വേണ്ടുന്ന എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യയിൽ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ഫോണുകളുടെയൊക്കെ ചിപ്പിൻ്റെ ടെക്നോളജി, അതിൽ സ്കിൽഡ് ലേബർ ഇന്ത്യയിലില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഏതാനും ചില കാര്യങ്ങളിൽ ഇല്ല. പക്ഷേ മറ്റനേകം കാര്യങ്ങളിലുണ്ട്. മറ്റനേകം കാര്യങ്ങളിൽ നമ്മളാണ് മുന്നിൽ, IT ഉൾപ്പെടെ. ഇന്ന് IT വികസനത്തിൽ അമേരിക്ക മുന്നിൽ നിൽക്കുന്നു. അനേക IT പ്രൊഫഷണൽസ് അമേരിക്കയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നു. IT വ്യവസായത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് റഷ്യ, അമേരിക്കയുടെ പകുതിയൊന്നും ആവണ്ട, അതിൻ്റെ 10-ആയാൽ മതി. എങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ ജോലി കയറാൻ പോകുന്ന ഇന്ത്യക്കാരായിരിക്കും. ഇന്ത്യൻ IT ഒഫീഷ്യൽസ് എത്ര പേര് അമേരിക്കയിലുണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ, അമേരിക്കയുടെ 10 വികസനം റഷ്യയിലുണ്ടായാൽ പോലും റഷ്യയിലേക്ക് പോകാൻ പറ്റും, അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സഹകരണത്തോടു കൂടി ഒരു വികസനമാണ് റഷ്യയ്ക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാകൂ. ചൈനയ്ക്ക് കുറച്ച് പോരായ്മയുണ്ട്. അവിടെ പലപ്പോഴും ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ സ്വയം ഉൾവലിഞ്ഞിരിക്കുന്ന ചില രീതികൾ, പിന്നെ ചില സ്കിൽഡ് ലേബേഴ്സിൻ്റെ കുറവ്, ഇതെല്ലാം ചൈനയെ ബാധിക്കുന്ന. ഒപ്പം തന്നെ ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ വരുന്നൊരു കുറവും കൂടി ചൈനയെ ബാധിക്കും. ഇന്ത്യയിൽ ഇപ്പം നിലവിൽ അങ്ങനൊരു കുറവില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു കൂട്ടായ്മ പോലെ എടുക്കുകയാണെങ്കിൽ ആഫ്രിക്കയാണെങ്കിൽ അടുത്ത ഇന്ത്യയാണ്. ഇന്ത്യയിൽ സ്കിൽഡ് ലേബേഴ്സാണ്, എഡ്യൂക്കേറ്റഡാണ്, എക്സ്പീരിയൻസ്ഡാണ്. അതായത് ഒരു വ്യക്തി ഒരു പുറംനാട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളൊന്ന് പ്രോപ്പർ പ്രായമുള്ള ആളാവണം, 2 അതിനുള്ള വിദ്യാഭ്യാസം, എന്ത് ജോലിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം, 3 ആ വിദ്യാഭ്യാസത്തിൽ വേണ്ടുന്ന എക്സ്പീരിയൻസ് അതിലുണ്ടാവണം, 4 സ്കില്ലുണ്ടാവണം. ഈ 4 കാര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് അയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനുള്ള ഒരു വലിയൊരു ജനസംഖ്യ ചെറുപ്പക്കാർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ചെറുപ്പക്കാരുടെ നാളത്തെ ഒരു പുതിയ ലാവണമായിട്ട് റഷ്യ മാറില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അതിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. അതായത് റഷ്യയിൽ ഒരു വ്യവസായ വിപ്ലവം വരാനുള്ള സാധ്യതയും അതിൽ ലേബർ ഇന്ത്യ കൊടുക്കുകയും, ഇന്ത്യയിൽ നിന്ന് ലേബർ ഇനി പലയിടത്തേക്ക് പോകും. ജർമ്മനിക്ക് ലേബർ വേണം, അവർ വേണമെന്ന് പറയുന്നുണ്ട്. ജപ്പാനിൽ ചെറുപ്പക്കാരില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകേണ്ടത് 50,000 പേരെ വേണം. ചൈനയിലേക്ക് പോലും ആവശ്യം വരും. അപ്പം ഇന്ത്യയാണ് ഇതെല്ലാം നിർണ്ണയിക്കാൻ പോണത്. UK ആവശ്യം വരും. അങ്ങനെ പലരും ഇന്ത്യൻ ചെറുപ്പക്കാരുടെ സേവനം കാക്ഷിക്കുന്നവരുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിൽ അനേകം സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ ജോലിക്ക് മാത്രമല്ല, ഈ സ്റ്റാർട്ടപ്പുകൾക്ക് റഷ്യൻ സഹകരണത്തോടുകൂടി പുതിയ പല മേഖലയിലേക്കും കയറാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ചെറുപ്പക്കാരുടെ വേറൊരു കോൺട്രിബ്യൂഷൻ അവിടെ വരും. പിന്നെ ഇവിടുത്തെ ബിഗ് പ്ലെയേഴ്സ്, അംബാനിയും അദാനിയും ഒക്കെ പോലുള്ള വലിയ കമ്പനികൾ, അതുപോലെ ടാറ്റ, ഇവർക്കെല്ലാം തന്നെ അവിടെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ തന്നെ അംബാനി റഷ്യയായിട്ട് ചേർന്ന് ഓയിൽ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ വ്യവസായികളുടെ കൂട്ടായ്മകൾ ഇന്ത്യയിലും പലതും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ വന്നാലും ശരി, റഷ്യ ഇന്ത്യയിൽ നിന്ന് വലിയൊരു ലേബർ സപ്ലൈ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലേബർ എന്ന് പറയുമ്പം പണ്ട് ഗൾഫ് വികസിച്ച കാലത്ത് അവിടെ മറ്റേ മക്കാട് പണിക്ക് സിമെൻറ്റ് കൂട്ടാൻ പോകുന്ന ടൈപ്പ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ പണികൾ മോശമാണെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വലിയൊരു വിഭാഗം ഇന്ത്യൻ ചെറുപ്പക്കാരുടെ വൈറ്റ് കോളർ ആഭിമുഖ്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ഒരു നിരവധി ജോലികൾ റഷ്യയിൽ ഡെവലപ്പ് ആവാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ റഷ്യയ്ക്ക് അവികസിതമായിട്ടുള്ള കുറേ മേഖലകളുണ്ട്. സൈബീരിയയിൽ വലിയ വികസനമൊന്നുമില്ല. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് പാത, കടൽപാത വരുമ്പോൾ റഷ്യയുടെ കിഴക്കൻ മേഖലകളിൽ വികസനം കൂടുതലും, ആർട്ടിക് മേഖലയിൽ വികസനം കൂടുതലും കിഴക്കൻ മേഖലയിൽ വരും. ആർട്ടിക്കിൽ തന്നെ അനേകം ഖനനങ്ങൾ നടക്കാനുണ്ട്. അതിൽ ഇന്ത്യ ഇൻവോൾവ് ആകും, പ്രത്യേകിച്ചും പെട്രോളിയം ഖനനത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പുതിയ രീതിയിൽ ഖനനം, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ, IT വ്യവസായങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ, ഭക്ഷ്യോൽപ്പന്ന വ്യവസായങ്ങൾ, ഇതിലെല്ലാം ഇന്ത്യക്ക് പങ്കാളിത്തം ഉണ്ടാകും. അവിടെ വ്യവസായവൽക്കരണത്തിൽ റഷ്യയുടെ ഭാഗത്തുണ്ടാകാൻ പോകുന്ന പ്രശ്നം അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് വലിയൊരു മാർക്കറ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ജനസംഖ്യ കുറവാണ്. ഇതൊഴിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതൊഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. കാലക്രമേണ ഒരു പുതിയ ജനസംഖ്യ അവിടെ ഡെവലപ്പ് ചെയ്യുമായിരിക്കാം പല രാജ്യങ്ങളായിട്ട്, ചൈനക്കാർ, ഇന്ത്യക്കാരും ഒക്കെ ആയിട്ട്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ റഷ്യ ഒരു ഉൽപ്പാദക രാജ്യം, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്, പ്ലസ് ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം, ഇത്രയായിട്ട് പുതിയ തലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത. അത് എങ്ങനെയാവും എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ഒപ്പം ആവുമോ എന്ന് ചോദിച്ചാൽ അത്ര എത്തില്ല. പക്ഷേ G7 രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്തോ ആ ലെവലിൽ ഉറപ്പായിട്ടും റഷ്യ ഉണ്ടാവും. അങ്ങനെ എത്തുകയും ചെയ്യും. അതനുസരിച്ച് അവർ എക്സൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് സാധിക്കണമെങ്കിൽ അത് 90% ഇന്ത്യയുടെ ഹെൽപ്പോട് കൂടിയേ പറ്റുള്ളൂ. ഇന്ത്യ ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്.
ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.